ഹണി ഭാസ്കർ, ഇവിടെ ഇപ്പോഴും ഒരു MLA ആയി തന്നെ തുടരുന്നു. ഇന്ന് വരെ കേരളം കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രീതിയിൽ ഒരു MLA സ്ത്രീകളോട് ഇത്രയധികം മോശമായി പെരുമാറിയിട്ട്, മറ്റൊരു സ്ത്രീയെ ഗർഭഛിദ്രത്തിന് ഭീഷണിപ്പെടുത്തിയിട്ട് കൊല്ലും എന്ന് ഇന്ന് അയാളുടെ ഭീഷണി സ്വരം കേരളം മുഴുവൻ കേട്ടിട്ട് ഒരു കോൺഗ്രസ് നേതാവിനും ഒരു പ്രതികരണമില്ല. ഇപ്പോഴും അയാൾ ഈ കേരളത്തിലെ പാലക്കാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആണ്. ഷാഫിയുടെ തോളിൽ കൈയിട്ട് MLA ആയ ആളാണ് ഹണി ഭാസ്കർ. ഹലോ, പറഞ്ഞോളൂ ഹണി ഭാസ്കർ, ഇതാണ് ഇപ്പോഴും നടക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ഷാഫിക്ക് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ, സ്ത്രീ വിഷയങ്ങളുമായിട്ടുള്ള പല കാര്യങ്ങളും ഷാഫിക്ക് അറിയാം. ഷാഫി വളരെ സമർത്ഥമായിട്ട് രാഹുലിനെ പൊതിഞ്ഞു പിടിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ കാണിക്കുന്ന വേറെ ഒരു അശ്ലീലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന്റെ ആവശ്യവും ഇത് തന്നെയാണ്. പരാതിപ്പെടൂ, അല്ലെങ്കിൽ നിങ്ങൾ മുഖം മറച്ചുകൊണ്ട് അല്ല സംസാരിക്കേണ്ടത്, പുറത്തേക്ക് വന്ന് സംസാരിക്കൂ എന്നുള്ള രീതിയിലാണ് ഈ പരാതിപ്പെടുന്ന സ്ത്രീകളോടൊക്കെ പറയുന്നത്. നിങ്ങൾ ഈ കഴിഞ്ഞ ദിവസം 2-3 ദിവസങ്ങളിലായിട്ട് നിങ്ങൾ എന്റെ പ്രൊഫൈലിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്ന് നിരീക്ഷിച്ചു നോക്കൂ. ജീവിതത്തിലെ ഏറ്റവും ഭീകരമായിട്ടുള്ള സൈബർ അറ്റാക്കാണ് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു പ്രൊഫൈലിൽ നിന്നൊക്കെ വന്നിട്ടുള്ള അശ്ലീലങ്ങൾ വായിച്ച് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ അടുത്ത്, ഈ ഇരകളോട് നിങ്ങൾ മുൻപോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഈ മുൻപോട്ട് വന്നു കഴിയുമ്പം ഈ പ്രബുദ്ധ കേരളം എങ്ങനെയാണ് ഇവരെ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഈ 2-3 ദിവസം സോഷ്യൽ മീഡിയ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചുറ്റുമുള്ള മുഴുവൻ പ്രിയപ്പെട്ട മനുഷ്യരുടെയും ചിത്രങ്ങൾ എടുത്ത് അങ്ങേ അറ്റത്തെ അശ്ലീലം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈബർ സെല്ലിന് പരാതി കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു, DGPക്ക് പരാതി കൊടുത്തു. ഇവരെല്ലാം വളരെ ക്രിയാത്മകമായിട്ട് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ കാര്യങ്ങളിലൊക്കെ നടപടി എടുത്തിട്ടും അതിനുശേഷം ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒക്കെ പേജിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അപ്പം ഇയാൾ എന്താണ്, ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടും ഒക്കെ എന്താണ് വീണ്ടും ഉദ്ദേശിക്കുന്നത്? ഈ സ്ത്രീകള് വീണ്ടും അവരെ ഫോഴ്സ് ചെയ്യാണ്. നിങ്ങൾ മുമ്പോട്ട് വരൂ, പരാതിപ്പെടൂ. പലർക്കും പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എന്റെ കേസിൽ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ആരാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഈ വർത്തമാനങ്ങൾ എനിക്ക് കൺവേ ചെയ്തെന്ന് പറയാൻ എനിക്കുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുകൾക്കെല്ലാം അപ്പുറത്ത് എന്നെ സുഹൃത്തുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് വാല്യൂ ചെയ്യുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവര് അതിനൊക്കെ അപ്പുറം നിന്നിട്ട് എന്നോട് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്റെ കൺസേൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയാണ്. ഞാൻ ഈ അവരുടെ പേര്, ആ സ്ത്രീയുടെ പേര്, എന്റെ സുഹൃത്തിന്റെ പേര് വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ രാഷ്ട്രീയ ഭാവി, കാരണം മുൻപ് പരാതി ഉന്നയിച്ചവരെയൊക്കെ ഷാഫി പറമ്പിലും ഈ രാഹുൽ മാങ്കൂട്ടും ഒക്കെ കൃത്യമായിട്ട് തള്ളി താഴെയിട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ ശോഭാ സുബിനൊക്കെ പരാതി കൊടുത്ത് ആ സ്ത്രീ യൂത്ത് കോൺഗ്രസും വിട്ട് ആ നാടേ ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള പല തടസ്സങ്ങള് പല സ്ത്രീകളും അനുഭവിക്കുന്നുണ്ടാവും. അവരെയൊക്കെ നിർബന്ധിക്കുക, വീണ്ടും മുന്നോട്ട് വരൂ, പരാതിപ്പെടൂ. അവരവരുടെ ട്രോമയിൽ നിന്ന് കരകയറുന്ന സമയത്ത് അവർ ചിലപ്പോൾ മുഖം കാണിച്ചിട്ട് വിളിച്ചിട്ട് വരും, അല്ലെങ്കിൽ പരാതിയുമായിട്ട് മുൻപോട്ട് വരും. അവരുടെ വോയിസ് നോട്ടൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേട്ടതല്ലേ. എന്നിട്ടും എന്തൊരു അശ്ലീലമാണ് ഷാഫി പറമ്പിൽ വീണ്ടും മീഡിയക്ക് മുന്നിൽ വന്നു നിന്ന് പടച്ചുവിടുന്നത്. അയാള് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയാനുള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വം ഈ ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഷാഫി പറമ്പിൽ കൃത്യമായും കാണിക്കേണ്ടതല്ലേ? ഈ ജനത്തിന് മുൻപിൽ വന്നു നിന്നിട്ട് ഇത്തരം വൃത്തികെട്ട ചേഷ്ടകളോട് കൂടിയിട്ട് ഹൂ കെയേഴ്സ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ട് അയാൾക്ക് എങ്ങനെയാണ് വോട്ട് ചെയ്ത ജനത്തെ നോക്കിയിട്ട് ഇങ്ങനത്തെ ഒരു ഇലിജിയസിന് തിരിക്കാൻ സാധിക്കുന്നത്? വരാം ഹണി ഭാസ്കരൻ, ഞാൻ തിരിച്ചു വരാം.